നമസ്കാരം. ഇതൊക്കെ എൻ്റെ ചെറുപ്രായത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ ഒരു അമ്മായിൻ്റെ മോളുണ്ട്. അന്നൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആളെന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ലൊരു എന്താ പറയുക ഹൈ ലെവൽ ആളാണ്. അപ്പോൾ ഇവർ ഡിഗ്രി കഴിഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് വടക്ക് മാറി ഒരു മനുഷ്യനുണ്ട്. ഒരുപാട് സ്വത്ത്, കണ്ണെത്താത്തോടത്തുള്ള സ്വത്തൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ BA, അയാൾ ഡിഗ്രിയാണ്. എന്നിട്ട് അയാളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇയാളുടെ പേരും എന്നിട്ട് BA എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടറിൻ്റെ പേര് എഴുതിയിട്ട് MBBS ഓർത്തോ എന്നൊക്കെ എഴുതില്ലേ, അത്ര ഇതിലാണ് BA എന്നൊക്കെ എഴുതല്. ഇന്നിപ്പോൾ സകല കുട്ടികളും ഡിഗ്രിയും PG ഒക്കെ എടുത്ത് ഇപ്പോൾ ഒരു നിലവിലില്ല, ഒക്കെ ഡിഗ്രിക്കാർ തന്നെ. പണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ഡിഗ്രിക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഇദ്ദേഹം ഈ സ്വത്തും മുതലൊക്കെ ഉണ്ടെങ്കിലും ഇയാളൊരു മനുഷ്യ സ്നേഹിയാണ്. ഇയാൾ കുറച്ച് ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അയാളുടെ വീടിൻ്റെ പരിസരത്ത്, റോഡ് സൈഡൊന്നുമല്ല. എന്നിട്ട് അവിടെ ട്യൂഷൻ പഠിപ്പിക്കുക കുട്ടികൾക്ക്, ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ട് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുക. എന്തായാലും ചെറിയ ഫീസൊക്കെ വാങ്ങും, ഫീസ് ഇല്ലെങ്കിലും അയാളൊന്നും പറയില്ല, കുട്ടികളെ പഠിപ്പിക്കുക, അതേ ലക്ഷ്യം. അപ്പം എൻ്റെ ഈ അമ്മായിയുടെ മോള് ഈ ഡിഗ്രിക്കാരി അവിടുത്തെ ടീച്ചറാണ്. അതിനൊരു 30-നടുത്ത് പ്രായമൊക്കെ ഉണ്ടാകുന്നു. അസലും മതാലസ, ഈ ജയഭാരതിനെയൊക്കെ പോലത്തെ ബാക്കും ചുരുള മുടിയും, അതിൻ്റെ മുഖം കണ്ടാൽ തന്നെ ഒരു സെക്സി ലുക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടാണ്ട് പോയ മുതലും അത് തന്നെ ആ സ്ത്രീയാണ്. അപ്പം ഞാൻ അവരുടെ വീട്ടിലൊക്കെ താമസിക്കാനൊക്കെ പോകലുണ്ട്. അപ്പം ഞാൻ സ്ഥിരം നിൽക്കണ ഒരു റൂമുണ്ട്, എനിക്ക് അത്ര ഫ്രീഡമുള്ള വീടാണ്. അതിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ച് ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങും. അങ്ങനത്തെ ഒക്കെ ഇതുള്ള വീടാണ്. പക്ഷെ ഞാൻ കിടക്കുന്ന റൂമിൽ പണ്ടത്തെ വീടുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ മതിലുമ്പോൾ തന്നെ ഷെൽഫ് ഉണ്ടാവും, അലമാര പോലെ ഇങ്ങനെ ഉണ്ടാക്കി അവിടെ ബുക്സൊക്കെ വെക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ്. ഇപ്പോൾ അത് എവിടെയും കാണില്ല, പഴയ വീടുകൾക്കുണ്ട്. അപ്പോൾ ബാക്കിൽ മരമാണ്, അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ അപ്പുറത്തെ മുറിയാണ്. അപ്പം ഈ മരം അങ്ങനെയോ ചെതലരിച്ചിട്ടൊക്കെ നല്ലൊരു വ്യൂ ഉണ്ട് അപ്പുറത്തെ മുറിക്ക്, ഈ ചേച്ചിയുടെ മുറിക്ക്. പക്ഷെ ഞാൻ എപ്പോഴും അവിടെ ബുക്ക് എന്തെങ്കിലും വെച്ച് ബ്ലോക്ക് ചെയ്ത് വെക്കും. കാരണം എന്താണ്, ഇവിടെ ഒരു ഓട്ടം ഉണ്ടെന്ന് അവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലായ എൻ്റെ കാഴ്ചകളൊക്കെ മിസ്സാകും. അപ്പോൾ ഈ മുതലാളി ഉണ്ടല്ലോ ട്യൂഷൻ സെൻ്ററിൻ്റെ, അയാൾക്ക് പിന്നെ കുറേ വേറെ എന്തൊക്കെയോ ഇടപാടുകളൊക്കെ ഉണ്ട്. പിന്നെ അവരെ പറമ്പിൽ നിന്ന് തന്നെ തെങ്ങ് കയറിയ തേങ്ങ 1000 കണക്കിനുണ്ട്. വിവാഹിതനാണ്. ഇയാൾ ഇടയ്ക്ക് ഇവരെ വീട്ടിൽ സന്ദർശിക്കും. അപ്പോൾ ഈ വീട്ടിൽ അങ്കിളില്ല, മരിച്ചു പോയതാണ്, പിന്നെ അമ്മ. ഇയാൾ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ മാറിക്കൊടുക്കും. ഈ സ്ത്രീയുടെ മുറിയിൽ അയാൾ കയറും. അതായത് ഇയാൾക്ക് ഭാര്യ ഉണ്ടെങ്കിലും ഭാര്യനേക്കാൾ ഏറെ അറ്റാച്ച്മെൻറ്റ് ഈ സ്ത്രീയാണ്. എങ്ങനെയോ ഇവള് മയക്കെടുത്തതാണ്. പിന്നെ അയാളുടെ മനഃശാസ്ത്രി സൂക്ഷിപ്പാണ്, കണക്കുകൾ കൈകാര്യം ചെയ്യണത് ഇവളാണ്. ഇവളെന്ത് പറഞ്ഞാലും അയാൾ കേൾക്കും. ഇയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സൈലൻ്റാണ്, അവർ മുറി കയറും. പകലാണ് വരിക, ഉച്ച കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ആ സമയത്ത് ഈ മുറിയിൽ ഉറങ്ങാൻ കയറും. അപ്പം ഞാൻ കാണുന്ന രംഗം എന്താണെന്നറിയാം, ഇയാളുടെ സാധനം ഇവർ മുട്ടുകുത്തി നിന്നിട്ട്, നഗ്നമായിട്ട് മുട്ടുകുത്തി നിന്ന് വായ കൊണ്ട് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അയാളെ സോഫയമേൽ ഇരുത്തിയിട്ട് മുട്ടുകുത്തി ഇരുന്നിട്ട് ചെയ്യുക. പക്ഷേ എന്നെ അതിശയിപ്പിച്ച എന്താണെന്നറിയാം, അയാളുടെ സാധനം, അയാളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല അധ്വാനം ഭാഗമാണ്. അന്ന് സ്വർണ്ണ കളറുള്ള ഫ്രെയിമുള്ള കൂളിംഗ് ഗ്ലാസ്സൊക്കെ അയാൾക്കുള്ളു, വില കൂടിയ ഗ്ലാസ്. ഇയാളെ കണ്ടാൽ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രമുഖ വ്യക്തിൻ്റെ ലുക്കാണ്. പക്ഷേ സാധനം ഇത്രേ ഉള്ളൂ, ഈ വിരലിലത്ര. അതാണ് ഈ വായം കൊണ്ട് എടുത്തു കൊടുക്കുന്നത്. ഇയാൾക്ക് കളിക്കാനൊന്നും താല്പര്യമില്ല, പക്ഷേ ഇവരെ നേക്കഡായിട്ട് കാണണം, അമ്മിയെ കുടിക്കണം, ഇതൊക്കെ ഉള്ളു. അതൊക്കെ ഉണ്ട്. നല്ല പാൽക്കുടങ്ങളാണ്, നല്ല വെളുത്ത ശരീരമാണ് ഇവരുത്.
നിറയെ രോമമുള്ള സാധനം. അന്നത്തെ കാലത്ത് സ്ത്രീകൾ പൊതുവേ ആ ഭാഗം ക്ലീൻ ചെയ്യാറില്ല. ഇപ്പം അത് ഷേവ് ചെയ്യാത്ത പെണ്ണുങ്ങളില്ല. പണ്ട് അതൊക്കെ റിസ്ക്കാണ്. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യല്ല. പിന്നെ പണക്കാരത്തികൾ ചെയ്യും. അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ബാർബർമാരുടെ ഭാര്യമാർ വരും. അതൊരു മാസം കൂടുമ്പോഴൊക്കെ വന്നിട്ട് അവരുടെ കയ്യിൽ പെട്ടി ഉണ്ടാവും. ആ പെട്ടിയിൽ വടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരും പണക്കാരുടെ വീട്ടിൽ. ആ സാധാരണക്കാരൊക്കെ കണക്ക് തന്നെ. അപ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്ത് കുറേ നേരം കഴിഞ്ഞാൽ വിശ്രമിച്ചിട്ട് പോകും. പക്ഷേ അവരിൽ ഒരു 5 വയസ്സിനുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒരു പന്ത് കളിക്കാരൻ. ഇവരുടെ റിലേഷനാണ്. അവൻ വന്നാൽ രാത്രി ആ മുറിയിലാണ് കിടക്കുക. അത് അവൻ്റെ പെങ്ങളായിട്ട് വരും. അപ്പോൾ വലിയൊരു എങ്ങനെ കർശനമില്ലാത്തൊരു വീടാണ്. അതവനല്ല അവിടെ കിടന്നോട്ടെ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ രാത്രി ആയാലും ലൈറ്റിട്ട്, സത്യം പറയാൻ എൻ്റെ ലൈഫിൽ അത്ര മോഡൽ പണിയെടുക്കണം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ പഠിച്ച പല മോഡലും ഇവർ ചെയ്യണതാണ്. കുമ്പിട്ട് നിർത്തിയും പല സൈസുകൾ. ഞാനതൊക്കെ പിന്നെ ഭാവിയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ കാണും. പക്ഷെ വേറെ കോമഡി എന്താണെന്നറിയാം, ഇവൻ ഈ സാധനം അതിനോട് വായിൽ വെച്ച് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഇവളിങ്ങനെ അറപ്പ് കാണിക്കും. എനിക്ക് പറ്റില്ല. എന്നാൽ ഇവൻ ആ പെണ്ണിൻ്റെ സാധനം നാവും കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കണ ഒക്കെ ഉണ്ട്. പക്ഷേ ഇവൻ്റെ സാധനം ഒരു വായിലെടുക്കൂല. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കണം, ആ സാറിൻ്റെ സാധനത്തിലൊക്കെ എത്ര യൂത്താണ്, എത്ര നല്ല കുറ്റി ഉറപ്പുള്ള കൊടിമരം പോലത്തെ സാധനം ഇതിന് വേണ്ട. അപ്പോൾ ഇവൻ്റെ വിചാരം ഇതിനങ്ങനത്തെയൊക്കെ അറപ്പാണെന്ന്. പക്ഷേ ഈ പെണ്ണിന് ഒരു അറപ്പില്ല. അതെനിക്കല്ലേ അറിയുള്ളൂ. അസലായിട്ട് നുണഞ്ഞു കൊടുക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവന് ചെയ്ത് കൊടുക്കൂല. ഇവൻ നല്ലോണം നാവും കൊണ്ടാക്കി കൊടുക്കും. പിന്നൊക്കെ കയറി അടിച്ച് തീ പറഞ്ഞ അടിയാകണ്ടേക്കണം അവിടെ. എന്തൊക്കെ മോഡലാണ് ആ പെണ്ണ് നിന്ന് കൊടുക്കുന്നത്. കിടന്നും ചരിഞ്ഞും. അതായത് വാത്സ്യായന മഹർഷിൻ്റെ 64 കലകളും അവരാണ് പരീക്ഷിക്കണത്. അപ്പം ഞാൻ പറഞ്ഞില്ല, മുതലാളി ഈ പെണ്ണിനോട് ചെറിയൊരു പ്രേമുണ്ട്. പ്രേമല്ല, പ്രേമം അതിൻ്റെ അതുക്കും മേലെ. ഈ കളിക്കണ പന്ത് കളിക്കാരൻ ചെക്കന് അതിനും ഇതിനോട് പ്രേമം. അവസാനം ഇവനെ അവളെ കല്യാണം കഴിക്കണം. അപ്പോൾ ഇവർ റിലേഷനുമാണ്. 5 വയസ്സിന് ഇളയതും. അതിൽ അവരുടെ വീട്ടുകാർ റൂമിൽ കയറ്റി അവൻ്റെ ചേട്ടന്മാരൊക്കെ മുറിയിൽ കയറ്റിയത് ആളെല്ലാം കൊടുത്തപ്പോൾ ആ പ്രേമം പൊളിഞ്ഞ്. പക്ഷേ കള്ളവെടിയും പിന്നെ വളരെ കാലം. അതായത് അവർ വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെ കഴിച്ചിട്ടുമില്ല. ഈ കളി നടക്കുമ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെ അതിന് ശേഷവും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ട്. ഇപ്പോൾ അവർക്കൊരു 80 വയസ്സൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് മുടിയൊക്കെ ഇപ്പോൾ ബോബി ചെയ്തേക്കാൻ. എന്നാലും മുടീൻ്റെ തിക്നെസ് ഒന്നും കുറഞ്ഞിട്ടില്ല, നരച്ചിട്ടുണ്ട്. എന്നാലും അത് കളറൊക്കെ ചെയ്യും. പിന്നെ ഒട്ടും അടഞ്ഞിട്ടില്ല. ശരീരമൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും പത്തര മാറ്റാം. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. ആ സ്ത്രീയൊക്കെ കളിച്ച് മതിച്ചതൊക്കെ ഓർത്താൽ എനിക്ക് പല പ്രാവശ്യം അവരെ ട്യൂൺ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ ഒരു വേറെ ചീകള് പയ്യൻ എന്നുള്ളൊരു ഇതിലാണ് അവർക്ക്. പിന്നെ അങ്ങോട്ട് പോയി മുട്ടാനും പറ്റൂല. അതായത് അങ്ങനത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ പരിപാടി എടുക്കണ കണ്ടെന്നും പറഞ്ഞൊന്നും പോയി ചോദിക്കാൻ പറ്റില്ല. അതെൻ്റെ പോളിസിയിൽ പെട്ടതല്ല. അങ്ങനെ കയ്യും കൊണ്ട് ഞാൻ ഓരോന്ന് ചെയ്ത് സായുജ്യം അടയും. വീട്ടൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ അതിനൊക്കെ ആലോചിച്ച് കൊടുത്തിട്ടുണ്ട് ആ കാലത്ത്. പിന്നെ എനിക്ക് സുലഭമായിട്ട് കിട്ടൽ തുടങ്ങിയപ്പോൾ പിന്നെ ആ കൈപ്പണി ഞാൻ മറന്നുപോയി. അത്രയുള്ള നമ്മുടെയൊക്കെ കാര്യം. എല്ലാം സുലഭമായിട്ട് കിട്ടിയാൽ പിന്നെ അതിനൊരു നിലയും വില ഉണ്ടാവില്ല. അപ്പം നമസ്കാരം.